സംഭവ വികാസങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമുക്ക് തുടർന്ന് കാണാം. ഈ ചെറുക്കൻ ഇതുവരെ എഴുന്നേറ്റില്ലയോ? എടാ മാത്തുക്കുട്ടിയെ, നേരം വെളുത്തു. രാത്രി മുഴുവനും അവൻ ഫോൺ നോക്കി കിടന്നിട്ട് ഇപ്പൊ എണീക്കാൻ വയ്യ ചെറുക്കന്. എന്റെ അച്ചായ, നിങ്ങൾക്ക് അവനെ ഒന്ന് വിളിക്കാൻ വയ്യായോ? നിങ്ങളാ ഇവനെ സ്നേഹിച്ച് വഷളാക്കുന്നേ. ഓ, അവൻ രാവിലെ തന്നെ തുടങ്ങി. പിന്നെ വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കുന്ന ഒരു പുത്രൻ. ആ വിളിക്കണ്ട, ഇങ്ങനെ ഇരുന്നോ. എടാ എഴുന്നേക്കടാ മോനെ മാത്തു, ഒന്ന് എഴുന്നേറ്റ് വാ വേഗം. അതെങ്ങനാ? പ്രാർത്ഥിക്കണോന്നുമില്ല, പാടണോന്നുമില്ല, തോന്നിയ പോലെ നടക്കുവല്ലേ. എന്റെ ഒരു അവസ്ഥ. എന്തോരം കരഞ്ഞും പ്രാർത്ഥിച്ചും വളർത്തിയതാ അവനെ. ഇപ്പൊ ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. വാ അച്ചായ പ്രാർത്ഥിക്കാൻ. മോനെ വാടാ, നമുക്ക് പ്രാർത്ഥിക്കാം. മാത്തു വാ ഇങ്ങോട്ട്. ഓ, ഈ വയ്യാത്ത എന്നെ ഇട്ട് ഞാൻ അലപ്പിക്കാത്തടാ. ഞാൻ വരുവാ. ആ വാ വേഗം. അമ്മയോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്തു മാത്തു എന്ന് വിളിക്കല്ല. അയ്യോ, മാത്തൂന് എന്താണ് ഒരു കുഴപ്പം? നല്ല സൂപ്പർ പേരല്ലയോ? എനിക്കിഷ്ടമല്ല. കോൾ മീ മാത്ത്. ആ ഒരു മാക്ക്. നീ ആ പുതപ്പ് അങ്ങോട്ട് മടക്കി വെച്ചേ, എന്നിട്ട് ഇങ്ങോട്ട് വേഗം വന്നേ. എനിക്ക് 100 കൂട്ടം പണിയുള്ളതാ. പാടങ്ങോട്ട്. നീ എന്തുവാടാ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഫോണിൽ തോണ്ടുന്നേ? പാട്ട് പാടാൻ ഞാൻ ഫോൺ എടുത്തത്. ഫോണിലാണോ പാട്ട്? കാലം പോയ പോക്കെ. നിങ്ങൾക്ക് ഈ വേഴ്സ് ഒന്നും അറിയത്തില്ലേ? ഓ ഗോഡ്, ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ പിള്ളേരില്ലേ ഇപ്പൊ ഫോണിൽ നോക്കിയാ പാട്ട് പാടുന്നത്. പിന്നെ ഒരു ന്യൂ ജനറേഷൻ വന്നേക്കുന്നു. പാടങ്ങോട്ട്. മന്നമ്മ പക്ഷികണങ്ങളിതാ ഉണർന്നു പരമ സ്തുതിക്കാം. ആ പക്ഷിഗണങ്ങളൊക്കെ അങ്ങ് അറബിക്കടല് കാണുന്നു. അല്ല തന്നെ എന്തൊരു പാട്ടായത്. നീ പാടുന്ന കേട്ടാ പേടിച്ചു പോവല്ലോ. അമ്മയല്ലേ പറഞ്ഞ പാട്ട് പാടാൻ. അതിനിങ്ങനെയാണോ പാടുന്നേ? ആ ഇത് ഇഷ്ടപ്പെട്ടില്ലേ വേറെ ഉണ്ട്. ഓ മെടുക്കനല്ലേ, നല്ല പാട്ടങ്ങോട്ട് പാടിക്കാൻ. ശാലരാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴുകിടുന്നു. നമ്മുടെ ശാലരാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴുകിടുന്നു. എന്തുവാണ് ഈ ചെറുക്കൻ? എന്തുവാ ഇങ്ങനെ ഓടിച്ചിട്ട് പാടുന്നേ? എനിക്ക് പെട്ടെന്ന് പോണം, തീരെ ടൈമില്ല. എത്ര തിരക്കാണേലും പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. ആ ഇനി വേദോസം വായിക്കും മോനെ. നല്ല സ്ഫുടമായി അങ്ങോട്ട് ഉറക്കം വായിക്കും. മാമ എന്താ ഈ പറയുന്നേ? വീട്ടിലെ ഗ്രഹനാരാ? അപ്പനല്ലേ, അപ്പനെ വായിച്ചോളൂ. എടാ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ടോ? ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, കണ്ണാടി ഒത്തിരി വായിക്കാൻ പറ്റത്തില്ലടാ. അപ്പൊ ഇപ്പൊ കണ്ണിരിക്കുന്ന എന്തുവാ? അതിന് പവറൊന്നും ഇല്ല. എന്നാലും മോൻ വായിക്കേ. എന്നാ മമ്മിക്ക് വായിച്ചു. ഓ എനിക്ക് കണ്ണാടി വെച്ചാലും പാടാ. കണ്ണൊന്ന് പോയി ടെസ്റ്റ് ചെയ്യണം. ആ വായിക്കാം, സങ്കീർത്തനല്ലേ. പിന്നെ അവൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. വായിക്ക് ചെറുതാ അങ്ങോട്ട്. 73 ദാവീദിന്റെ ഒരു സങ്കീർത്തനം. യഹോവ എനിക്ക് നല്ല ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടായ പച്ചയായ നടത്തുന്നില്ല. പ്രാണനെ നടന്നാലും അവൻ എനിക്കൊരു അനുഭവം സംഭവിക്കുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നീ എന്റെ ഓടിയും കൂടി എന്നെ ആശ്വസിപ്പിക്കും. എന്റെ ശത്രു കാണാതെ നീ വീട് വിളിക്കുന്ന എന്റെ തല എന്നോട് അഭിഷേകം ചെയ്ത് മാനവത്തിന്റെ നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ. പിന്നെ ഞാൻ അവരെ ദീർഘകാലം വസിക്കും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ആ ഇനി പ്രാർത്ഥിക്കാം. ആദ്യം മാത്ത് പ്രാർത്ഥിച്ച അങ്ങോട്ട്. ഈ കുടുംബത്തിന്റെ ഗ്രഹനാഥൻ നിർത്ത്. ഗ്രഹനാഥൻ ഞാൻ തന്നെ, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ മോൻ പ്രാർത്ഥിക്കാം. മോനെ വഴക്കുണ്ടാക്കാതെ പ്രാർത്ഥിക്കടാ. ഓക്കെ. എന്തൊരു പ്രാർത്ഥനയാണ് ഇത്. കൊള്ളാം. ആ ഇനി പപ്പ പ്രാർത്ഥിക്കും. പപ്പ ഒത്തിരി നേരം പ്രാർത്ഥിക്കില്ല, പെട്ടെന്ന് തീർക്കണം. എന്റെ മൂഡ് പോയി. എന്നാ ഓക്കെ, ശരി എന്നാ. എടാ മാത്തു, നീ എങ്ങോട്ടായി ഓടുന്നേ? ഓ ഇന്ന് എനിക്ക് കുറച്ച് അർജന്റ് പരിപാടികളുണ്ട്. അയ്യോ, എന്ന് നീ ഇത് തന്നെയല്ലയോ പറയുന്നേ? ശോ, കഷ്ടം തന്നെ. ഇതുപോലത്തെ പിള്ളേരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ പൊന്നു കർത്താവേ. ഓ, ഈ
ന്യൂസ് പേപ്പർ മൊത്തം ഇങ്ങനത്തെ ന്യൂസ് ആണല്ലോ, വായിക്കാനും വയ്യ. ആ സ്പോർട്സ് പേജിൽ നോക്കാം. ഇന്ത്യ പാകിസ്ഥാനോട് 100 റൺസിന് തോറ്റു. ആണ് കിടക്കുന്നു. എന്റെ പൊന്നച്ചായ, നിങ്ങൾ ഇങ്ങനെ പത്രവും വായിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് അവരെ ഒന്ന് ഉപദേശിച്ചൂടെ? എടി, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേക്കത്തില്ല. പിന്നെ എങ്ങനെ? നമ്മുടെ സഭയിലുണ്ടോ ഇങ്ങനത്തെ പിള്ളേര്? എനിക്കറിയില്ല. എന്റെ കർത്താവേ. ഹലോടാ, നീ എവിടാ? ഞങ്ങളിവിടെ വന്നിപ്പോണ്ട് ഫ്രണ്ടിൽ. നിങ്ങൾ പെട്ടെന്ന് പോവാ, ഇവിടെ കുറച്ച് സീനാണ്. ആണോ? ഓക്കേടാ, വരുവാ, നമുക്ക് ഇപ്പൊ ശരിയാക്കാം. ഹോ, ഇതുങ്ങളുടെ ഒരു കുറവൂടെ ഇവിടെ ഉള്ളായിരുന്നു. ഇപ്പൊ എല്ലാം പൂർത്തിയായി. അതെന്തോ അങ്ങനെ ടോക്ക് ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നേക്ക് പിടിച്ചു. അങ്കിളെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഓ, ഇങ്ങനൊക്കെ പോകുന്നു. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുക കേട്ടോ. എടാ മാത്തു, നീ എവിടെ പോവാടാ? അയ്യോ ആന്റി, ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഉണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്. ഓ പിന്നെ ഒരു കമ്പൈൻ സ്റ്റഡി. എടാ മാത്തു, പെരക്കകത്ത് കയറാൻ വീട്ടിലുള്ള സ്റ്റഡിയൊക്കെ മതി. നേരം വെളുത്ത് ചായയും വേണ്ട, വെള്ളവും വേണ്ട, അവനെ ഇറങ്ങിയേക്കുവാ. എടാ, ഇന്നത്തെ പ്ലാൻ എങ്ങനെ? അതാണ് നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഒറ്റ മണ്ടിയിൽ ഒരു മോള് കിട്ടാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സിനിമയിൽ കൂടെ കയറാം. ഓക്കെ, സെറ്റ്. അപ്പൊ ഓക്കെ ആന്റി, see you. അയ്യോ, ദേ അവൻ പോയി. മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നോ? മോനെ കുറിച്ചൊരു വിചാരം വേണ്ടേ? എടി, നീ എന്തിനാ എന്നോട് ഈ വഴക്കുണ്ടാക്കുന്നത്? നിനക്കറിയാലോ, ഞാൻ പറഞ്ഞത് നമുക്ക് കേൾക്കത്തില്ല. ശ്ശോ, നമുക്ക് ഈ ഗതി വന്നല്ലോ എന്റെ അച്ചായ. ക്രൈസ്തവ അച്ചായ. പേഴ്സണൽ പാസ്റ്റർ. അമ്മാമോ, എന്നാ ഉണ്ട്? ഓ, എന്നാ പറയാനാന്നേ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. അതെന്താ ആന്റി ഒരു വിഷമം? ഒന്നുമില്ല പാസ്റ്ററെ. പിന്നെ പനിയൊക്കെ ആയിരുന്നു. അതാ ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാൻ. മോനെ, പ്രാർത്ഥിക്കാം. ആട്ടെ, നമ്മുടെ മാത്തു എന്ത് ചെയ്യും? കണ്ടിട്ട് കുറെ ആയിരുന്നു. പാസ്റ്റർ, നമ്മുടെ ചർച്ചിലെ കുറച്ച് ഓ, ആൾക്കാരുണ്ടല്ലോ. ഈ അച്ഛൻ തുടങ്ങി. അത് പിന്നെ പറയാം. പാസ്റ്ററെ, മാത്തുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതെന്താ അമ്മാമ്മേ, എന്താ പറ്റി? അവൻ ഒരു വക പറഞ്ഞാ കേൾക്കുന്നില്ല അമ്മാമ്മേ. രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്. ഓ, അപ്പൊ അങ്ങനെയാ കാര്യങ്ങളല്ലേ? ഞാൻ അവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു മടുത്തു പാസ്റ്ററെ. എനിക്കിനി വയ്യ. എന്നിട്ട് ഇപ്പൊ ആളെന്ത് ചെയ്യും? ആ, എനിക്കറിയത്തില്ല പാസ്റ്ററെ. എന്റെ പാസ്റ്റർ, എല്ലാ ദിവസവും ഇത് അവന്റെ പരിപാടി. അവനാണെങ്കിൽ പ്രാർത്ഥനയ്ക്കും വരത്തില്ല. നേരെ ഒരുപാടായല്ലോ. മാത്തൂനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. അച്ചായ ഒന്ന് വിളിക്കവനെ. എവിടെ പോയി കിടക്കുവാണാവോ? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം ഇതിന്. ഞാൻ ഒന്ന് വിളിക്കട്ടെ. വരുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അയ്യോ, ദൈവം തിരിച്ചു കൊടുന്നു. മോനെ, അയ്യോ നിന്റെ മാസ്റ്റർ, ഞങ്ങൾ അങ്ങനെ വിട്ടേക്കുവാ. അപ്പൊ ഓക്കെയാണ്, എല്ലാം പങ്കെടുക്കും. പോലെ പോസ്റ്റ് ആക്കിയിരുന്നു. മോനെ, ഇങ്ങ് വാടാ. എടാ മാത്തു, ദേ പാസ്റ്ററിന് നിന്നോട് എന്തോ പറയാനുണ്ട്. പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിപ്പോഴാണ് കണ്ടത്. നിങ്ങൾ മോനെ കാണാതെ ഇങ്ങോട്ട് വന്നത്. കുറച്ചു നേരമായി വന്നിട്ട്. എന്റെ പാസ്റ്റർ, അവനിപ്പോ വലിയ ബിസിയാ. വീട്ടിലിരിക്കാൻ പോലും അവന് ടൈമില്ല. അതൊന്നും സാരമില്ല അച്ഛാ, നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാം. നമ്മുടെ കൊച്ചല്ലേ, അവര് പറഞ്ഞാൽ മനസ്സിലാവും. മോൻ ഇങ്ങ് വന്നിരുന്നേ. പിന്നെ എന്നാ ഉണ്ട്?
ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഈ പറഞ്ഞ പോലെ 2-3 ആഴ്ചയായല്ലോ സഭയോജന കണ്ടിട്ട്. എവിടായിരുന്നു? ആ, അങ്ങനെ അങ്ങോട്ട് ചോദിക്കും മാസ്റ്ററെ. അവന്റെ പോക്ക് അത്ര ശരിയല്ല. ഓ, ഈ മമ്മിക്ക് എന്നെ ഒന്ന് സമാധാനത്തിലൊക്കെ ചോദിക്കേ. അവൻ വന്നതല്ലേ ഉള്ളൂ. ഞാൻ പഠിക്കാൻ പോയതാ പാസ്റ്റങ്ങളെ. പിന്നെ കുറെ കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു ഇന്ന്. ആഹാ, അപ്പൊ ഞായറാഴ്ച പഠിത്തമാണോ? അയ്യോ അല്ലല്ല പാസ്റ്റർ, ഒത്തിരി പഠിക്കാനുണ്ട്. പിന്നെ കോളേജിലെ അസൈൻമെന്റ്സും എക്സാംസും പിന്നെ എല്ലാം ലേറ്റ് ആയിട്ടാണ് പിന്നെ കിടക്കുന്നത്. ആ മോനെ, അതൊക്കെ പോട്ടെ. ഇന്ന് കർത്താവ് വന്ന് മോൻ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? പിന്നല്ലാതെ അതെന്തോ ചോദ്യം പാസ്റ്റങ്ങളെ. എന്റെ പപ്പയും മമ്മിയും വിശ്വാസി, ഞാനും ജനിച്ചപ്പോ തൊട്ട് വിശ്വാസി. പിന്നെ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? മോനെ, അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് മോൻ അല്പം സീരിയസ് ആയിട്ട് കാണണം. മോന് ദൈവവുമായിട്ടൊരു പേഴ്സണൽ ബന്ധം വേണം. പേഴ്സണൽ പ്രയർ ഒക്കെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി പാസ്റ്ററെ. പിന്നെ നമ്മുടെ ചർച്ചിൽ ശനിയാഴ്ച ബൈബിൾ സ്റ്റഡി ഒക്കെ ഉണ്ട്. പിള്ളേരൊക്കെ വന്ന് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മോന് വരണം കേട്ടോ. അമ്മാമോ, ഞങ്ങൾ അവനോടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയും അവൻ വന്നോളും, വിഷമിക്കണ്ട. ആന്റി, എനിക്കത് മതി. അവനൊന്ന് നന്നായി കണ്ടാ മതി. ആ സാരമില്ല മമ്മ, കഴിയണ്ട, അവൻ നോക്കോളൂ. ആ, മാസ്റ്ററെ. അപ്പൊ ഞങ്ങൾ ഇനി അധികം സമയം ഇരിക്കുന്നില്ല, പതിയെ ഇറങ്ങും കേട്ടോ. 1-2 വീടുകളിൽ കൂടി പോകാനുണ്ട്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കും. നിങ്ങൾ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഹല്ലേലൂയ, കടലിലെ കൊമ്പനിലെ ഹല്ലേലൂയ, കർത്താവേ, ആമേൻ, നിന്റെ അച്ഛനെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രത്യേക ഇതിനെ ഓർത്ത് പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. ദൈവമേ, അവനടുത്ത പോകുന്നല്ലോ യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ. എന്നാച്ചേ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പൊ ശരി പാസ്റ്റർ, നമുക്ക് പിന്നെ കാണാം. മമ്മ പോവാ. ഓക്കെ മാസ്റ്റർ, ഓക്കെ. അയ്യോ അമ്മാമേ, നമ്മുടെ ആ ലേഡീസ് മീറ്റിങ്ങിന്റെ കാര്യമെല്ലാം ശരിയാക്കിയായിരുന്നല്ലോ അല്ലേ? ആ മാമേ, എല്ലാം ഓക്കെയാ. ഓക്കെ, എന്നാ മാമേ കാണാം. ശരി, ശരി, ശരി. എന്തിനാ ഇത്ര ഹല്ലേലൂയ? കുറച്ച് പൊതുവെ പറഞ്ഞോളെ. ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടാ നിന്നെ ഇതുവരെ വളർത്തിയത്. അച്ഛായ, എന്നിട്ട് ഇപ്പൊ ഇവൻ എന്നോട് പറയുന്ന കേട്ടോ? അത് പോട്ടെ, അപ്പൊ വെറുതെ ചോദിച്ചതല്ലേ. പാസ്റ്റർ വന്നപ്പോ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. ഓ, വിളിച്ചു പറഞ്ഞിട്ട് എന്തിനാ? മുങ്ങാനായിരുന്നോ? ഓ പിന്നെ അവൻ എങ്ങാണ്ടൊക്കെ കറങ്ങി നടന്നിട്ട് പാതിരാത്രി കേറി വന്നേക്കുന്നു എന്നോട് വഴക്കുണ്ടാക്കാൻ. ഞാൻ ഇനിയും പോ. എന്നെ പോകോണോ നീ? ആഹാ, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. കൂട്ടുകാര് പിള്ളേരെന്ന് പറഞ്ഞ് കുറച്ച് എണ്ണത്തിന്റെ കൂടെ അങ്ങ് നടക്കുക രാവും പകലും. കണ്ടോ കണ്ടോ, കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ അടിക്കുന്നുണ്ട് കെണ് കെണ്. അച്ഛാ, നിങ്ങൾക്ക് ആ ഫോൺ ഒന്ന് തല്ലി പൊട്ടിച്ചൂടെ? പപ്പ അതെങ്ങനെ കാശ് പിടിച്ച വാങ്ങിയ സാധനമല്ലേ? ആ ഫോണിങ്ങനുണ്ട്. കൊള്ളാം കൊള്ളാം. ഞാൻ മാത്രം വീട്ടിൽ കിടന്ന് പ്രാർത്ഥിക്കുക ചെറുക്കൻ നന്നാവാൻ. കർത്താവേ, എന്നെ അങ്ങ് എടുത്തേക്ക്. എടാ, ഞാൻ ഇപ്പഴാണ് മെസ്സേജ് കണ്ടത്. ഇവിടെ കുറച്ച് തിരക്കായിരുന്നു. എടാ, നാളെ എങ്ങനെ പോകുന്നുണ്ടോ? നാളെ എല്ലാവരും വരുന്നുണ്ടോ? അമ്മമാരൊക്കെ വരുന്നുണ്ടോ നാളെ ക്ലാസ്? എന്നൊക്കെയുണ്ട്? എടാ ജോലിയുടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം? ഒന്നുമില്ലടാ, ഞാൻ ചർച്ചിലെ പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്ന വഴി ഇങ്ങോട്ട് കേറിയതാ. ഓ, പ്രാക്ടീസിന് പോയിട്ട് വരുവാണോ? എല്ലാരും വന്നായിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? ക്ലാസ് ഒക്കെ കുഴപ്പമില്ലടാ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. എടാ പിന്നെ നീ ഇനി ചർച്ചിൽ വരണം കേട്ടോ. ഒത്തിരി നാളായില്ലേ നമ്മൾ ഒരുമിച്ച്. ആ പഴയ കാലമൊക്കെ ഓർക്കുമ്പോ എന്ത് സന്തോഷമായിരുന്നു സൺഡേ സ്കൂളൊക്കെ. ഞാൻ വരാടാ. എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയോണ്ടാ. ഞാൻ വരാൻ നോക്കാടാ. ഓക്കെ. ഓക്കേടാ, ഓക്കെ. എടാ, വെടിവെക്ക് വെടിവെക്ക്. ഇവിടുത്തെ സൈഡിലൂടെ വരുന്നു. കൊല്ല് കൊല്ല് കൊല്ല്. ആരോ നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. അവനെന്നെ അടിച്ചടാ. നിങ്ങൾക്ക് എന്നാ മനുഷ്യ, കിടന്നുറങ്ങിക്കൂടെ? ശ്രദ്ധിച്ച് കേട്ടെ. എടാ, അവനെ കൊല്ലടാ. അവൻ വരുന്നടാ. കൊല്ല്. ഓ, ഇതാണോ? അത് വേറെ ആരുമല്ല, നമ്മുടെ മോൻ തന്നെ. പേടിക്കണ്ട, അവൻ പബ്ജി കളിക്കുക. ഞാനിത് സ്ഥിരം കേൾക്കുന്നതാ.
എന്തൊക്കെയാണോ ഇപ്പോഴത്തെ പിള്ളേരെ. Hey Siri, wake me up at 11 a.m. Good night. തിരിച്ചറിവുകളുടെ ആ രാത്രി അത് മാത്തുവിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാത്രി അന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് കാണാം. അമ്മേ, കാപ്പി. അമ്മേ, ഇതിവരെ ഇവിടെ പോയ ഇനി ആരാധനയ്ക്ക് വല്ലതും പോയതാണ്. ഈ വെളുപ്പങ്ങാൻ തന്നെ ഇനി ആരാധന, എന്നാലും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മമ്മി, പപ്പാ, നിങ്ങൾ എവിടാ? ഓ, ഇവരാരും കോൾ എടുക്കാത്ത, പപ്പയും മമ്മിയും കോളും എടുക്കുന്നില്ല. ഈ പാസ്റ്റർ ജോലി ഒന്നും കോൾ എടുക്കാത്ത, ഇനി ഇവരെവിടെയും പോയേക്കുവാണോ? ഇനി കർത്താവല്ലോ വന്നോ? എന്റെ ദൈവമേ, എന്തായാലും അബിയെ വിളിച്ചു നോക്കാം. ഹലോടാ, കേക്കാവോ? എടാ, അപ്പൊ നീ പോയില്ലേ? എടാ, ഇവിടെ പപ്പയും മമ്മിയും കാണുന്നില്ല. എടാ, ഉറപ്പാ കർത്താവ് വന്നു. ഞാനും പോയില്ല, നീയും പോയില്ല. ഇല്ലടാ, ഞാൻ എല്ലായിടത്തും നോക്കി. ആ ജോയിലും പാസ്റ്ററും ഒന്നും കോൾ എടുക്കുന്നില്ല. എടാ ശരി എന്നാ. ഞാൻ ഇനി എന്നാ കർത്താവേ, പപ്പയും പോയി, മമ്മയും പോയി, എന്റെ കൂട്ടുകാരും പോയി, ഞാൻ മാത്രം ഇങ്ങനെ. എനിക്കൊരവസരം കൂടെ തരണേ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര നേരമായിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. ഫോൺ കുത്തി കിടന്നാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ. എടാ മാത്തുവേ, മാത്തു, ഇവരെന്തിനാ കിടന്ന് കരയുന്നേ? മാത്തുവേ, മമ്മി, മമ്മി, പപ്പയ്ക്ക് എന്തിയേ? അയ്യോ, ഇവിടെ ഉണ്ടടാ എന്റെ അച്ചായ. നിങ്ങളൊന്ന് ഓടി വന്നേ. മോനെ, നിനക്ക് എന്നാ പറ്റിയടാ? ആകെ വിയർത്തല്ലോ നീ. മമ്മി, ഞാനൊരു സ്വപ്നം കണ്ടതാ. കർത്താവ് വന്നു, നിങ്ങളെല്ലാരും പോയി, ഞാൻ മാത്രം പോയില്ല. ഞാൻ ദൈവത്തോട് ഒത്തിരി ക്ഷമ ചോദിച്ചു കരഞ്ഞു. ആ, സ്വപ്നം കണ്ടപ്പോ മോന് ബോധം വെച്ചു. ഇതാ നിന്നോട് ഞങ്ങൾ കുറെ നാളായിട്ട് പറയുന്നത്, ഇങ്ങനൊന്നും നടന്ന മോൻ രക്ഷപ്പെടുത്തില്ല. ഇപ്പോഴെങ്കിലും മോന് മനസ്സിലായല്ലോ. അതെ പപ്പ, എനിക്ക് എന്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാൻ ഇങ്ങനെ പോയ കർത്താവിന്റെ വരങ്ങൾ എടുക്കപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കണം. കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. മോനെ, ഇനി ഞങ്ങൾ പറയുന്ന ഒക്കെ നീ കേൾക്കണം കേട്ടോ. അതെ പപ്പ, മമ്മി, ഇനി മുതൽ എനിക്ക് നന്നായി ജീവിക്കണം. ഒരു ദൈവ പൈതലായി.